സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഇസബെല്ലയും കെവിനും ചേർന്ന് ചന്ദ്രോത്തുള്ളവരെ ചതിച്ചതിന് അതേ നാണയത്തിൽ തന്നെ ദേവികയും ശാരികയും ചേർന്ന് കെവിന് തിരിച്ചടി കൊടുക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും കെവിനെ വിളിച്ചു വരുത്തിയിട്ട് അവർ ശാരികയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതമാണെന്ന് പറയുമ്പം കെവിനാണ് കേട്ടോ ഞെട്ടിപ്പോകുന്നത്. എന്തായാലും ശാരിക ഇത് ഇത്ര പെട്ടെന്ന് ഇവിടെ തുറന്നു പറയുമെന്നും അത് കേട്ട് കഴിയുമ്പോൾ തന്നെ ദേവികയൊക്കെ ഇതിന് സമ്മതിക്കുമെന്നൊന്നും ഒരിക്കലും ഈ കെവിൻ വിചാരിച്ചിരുന്നില്ല. വിവാഹക്കാരും ശാരിക പറയുമ്പം അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്ന കെവിൻ്റെ മുന്നിലേക്കാണ് എല്ലാവരും സമ്മതം അറിയിക്കുന്നത്. ആ സമയത്ത് കെവിൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകുന്നുണ്ട്. പക്ഷേ ഇനി കെവിന് വരാൻ പോകുന്നത് നല്ല മുട്ടം പണി തന്നെയാണെന്നുള്ളതൊന്നും കെവിന് മനസ്സിലാവണില്ല. അങ്ങനെ നമ്മളുടെ രാധികയാണെങ്കിലും കെവിനോട് പറയുന്നുണ്ട്, ഞങ്ങൾ ഈ വിവാഹത്തിന് സമ്മതിച്ചത് ഷാരിയുടെ ഒരാളുടെ നിർബന്ധം കൊണ്ടാണ്. അവൾക്ക് കെവിനെ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവൾ വാശി പിടിച്ച് നിൽക്കുക. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവളുടെ വിവാഹം ഞങ്ങൾ മുരളിയുടെ അളിയനുമായിട്ട് പറഞ്ഞുറപ്പിച്ചിരുന്നത്. ആ സമയത്ത് കെവിനെ കണ്ട് ഇഷ്ടപ്പെട്ടതും കെവിനെ അല്ലാതെ വേറൊരാൾ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നും ഇവൾ തീരുമാനിച്ചത്. പക്ഷെ ഞങ്ങൾ അന്നൊക്കെ ഒരുപാട് ചോദിച്ചു ആരാ നിൻ്റെ കാമുകനെന്ന്. പക്ഷെ അന്നൊന്നും ഷാരി അത് തുറന്നു പറയാൻ കൂട്ടാക്കിയില്ല. ഇന്നലെ ഷാരി ഞങ്ങളോട് സത്യങ്ങൾ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഈ വിവാഹം നടത്തണം എന്നാണ് ഷാരി പറയണേന്ന്. അന്നേരം കെവിൻ പറയുന്നുണ്ട്, ആൻറ്റി അങ്ങനെ പെട്ടെന്ന് വിവാഹം നടത്താനൊന്നും പറ്റില്ല, എനിക്ക് എൻ്റെ വീട്ടിലും കൂടെ സംസാരിക്കണ്ടേന്ന് വയ്ക്കുമ്പോൾ മാധവൻ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല മോനെ, നീ വീട്ടിലും സംസാരിച്ച് നിൻ്റെ അച്ഛനെ അമ്മേനെയൊക്കെ ആയിട്ട് ഒരു ദിവസം ഇങ്ങോട്ട് പോവാ. അവർ ഷാരിനെ കണ്ടിട്ടില്ലല്ലോ, അവരും ഷാരിനെ കണ്ട് ഇഷ്ടപ്പെടണ്ടേന്ന് വയ്ക്കുമ്പോൾ കെവിൻ പറയുന്നുണ്ട്, എനിക്ക് ഷാരികേനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇഷ്ടമാവും, അവർ തടസ്സമൊന്നും നിൽക്കൂല. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, ഇപ്പം നമുക്ക് വിവാഹം നടത്താൻ പറ്റിയൊരു സാഹചര്യമൊന്നും അല്ലാന്ന് കെവിന് അറിയാലോ. എന്തായാലും ആർഭാടമായിട്ടൊരു വിവാഹമൊന്നും കെവിൻ ആഗ്രഹിക്കരുത്. ഇപ്പം തന്നെ നന്ദുവിൻ്റെ കാര്യം അറിയാലോ എന്ന് പറഞ്ഞതും ഈ കെവിൻ്റെ മുഖം അങ്ങോട്ട് മാറുന്നുണ്ട്. അത് നമ്മളുടെ ദേവികയാണെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണമുണ്ട്. എന്നിട്ട് കെവിൻ അത് ശരിയാ ദേവിക എന്ന് പറഞ്ഞതും രാധിക പറയുന്നുണ്ട്, നന്ദമോനെ കണ്ടെത്താതെ നമുക്ക് എന്തായാലും വിവാഹം നടത്താൻ പറ്റില്ല, ഇപ്പം നമുക്ക് വിവാഹ നിശ്ചയം നടത്തി വയ്ക്കാം, നന്ദമോൻ തിരിച്ചു വന്നതിന് ശേഷം ഗംഭീരമായിട്ട് തന്നെ വിവാഹം നടത്താം. അന്നേരം കെവിൻ പറയുന്നുണ്ട്, അത് മതി ആൻറ്റി, നന്ദൻ തിരിച്ചു വന്നിട്ട് ഞങ്ങളുടെ വിവാഹം നടത്തിയാൽ മതി. സമയത്ത് മാധവൻ പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് അതുപോലെ തന്നെ തീരുമാനിക്കാം, ആദ്യം മോൻ്റെ അച്ഛനും അമ്മയും വന്ന് ഷാരി മോളെ കാണട്ടെ, അവർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാമെന്ന്. അങ്ങനെ കെവിനാണെങ്കിൽ ദേവികയോടും രാധികയോടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഷാരിക പിന്നാലെ തന്നെ ചെല്ലുന്നുണ്ട്. ഷാരിക പുറകെ ചെന്നതും കെവിൻ ചോദിക്കുന്നുണ്ട്, എന്നാലും ഷാരിക നീ ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ ഇങ്ങനെ തീരുമാനത്തിലെത്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ചേച്ചിക്ക് ആദ്യമൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കെവിൻ ചേട്ടനെ വിവാഹം കഴിക്കണതിനോട്. പിന്നീട് എൻ്റെ നിർബന്ധം കൊണ്ട് ചേച്ചിയും അച്ഛനും അമ്മയൊക്കെ ഇതിന് സമ്മതിച്ചതെന്ന് പറയുമ്പം കെവിനാണെങ്കിൽ ആകെ അത്ഭുതമാണ്. എന്നിട്ട് കെവിൻ ഷാരികയോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഷാരികയ്ക്ക് എന്നോട് അത്രയ്ക്കും ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ കെവിൻ ചേട്ടൻ എന്താ കരുതിയത്, ഞാൻ വെറുതെ നേരം പോക്കിന് കെവിൻ ചേട്ടനെ പ്രണയിച്ചു എന്നാണെന്ന് ചോദിക്കുമ്പോൾ അല്ല ഷാരി, ഈ സമയത്ത് തന്നെ ഷാരിക ഇതെല്ലാം വീട്ടിൽ അവതരിപ്പിച്ച് അവരെയും കൊണ്ടൊക്കെ സമ്മതിപ്പിച്ചല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. ഇതേ സമയം നമ്മളുടെ ദേവിക അകത്ത് നിന്ന് ഇവർ സംസാരിക്കണതൊക്കെ കണ്ടിട്ട് രാധികയോടും മാധവനോടും ആയിട്ട് പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ കുരുക്കിയ ചൂണ്ടയിൽ അവൻ കൊത്തി കഴിഞ്ഞു, ഇനി അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. ആ സമയത്ത് മാധവൻ പറയുന്നുണ്ട്, എന്നാലും ഇവൻ ഇത്ര വലിയ ചതിയനായിരുന്നല്ലോ, നന്ദമോനെ ചതിക്കാൻ ഇവന് എങ്ങനെ മനസ്സ് വന്നു എന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, അതിനല്ലേ വെച്ചാൽ നമ്മളിപ്പോൾ തിരിച്ച് അതേ നാണയത്തിൽ തന്നെ അവന് പണി കൊടുക്കാൻ പോണത്. എന്തായാലും അവൻ ശാരീരികമായിട്ടുള്ള വിവാഹം സ്വപ്നം കണ്ടുകൊണ്ട് നടക്കട്ടെ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മുരളിയുടെ വീടാണ്. മുരളിയുടെ വീട്ടിൽ ഭാർഗവിയും ഗൗരി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പ്രകാശ് മേനോൻ വരുന്നുണ്ട്. പ്രകാശ് മേനോനെ കണ്ടതും ഭാർഗവി ആണെങ്കിൽ ഗൗരി ഇത് ആരാ വന്നേന്ന് നോക്കിയാൽ ആ കൊലയാളിയല്ലേ, അവനെന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുമ്പം ഗൗരി പറയുന്നുണ്ട്, അല്ലെങ്കിൽ ശരിയല്ല അമ്മേ, അന്ന് അമ്മ പ്രഭയാൻ്റിയുടെ വീട്ടിൽ ചെന്നപ്പം ഇയാൾ വന്ന് കണ്ടതല്ലേ, പിന്നെ എന്തിനാ ഇയാൾ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവണില്ല ഗൗരി, അന്ന് ഈ പ്രകാശ് മേനോൻ അവിടെ വന്നപ്പോൾ അയാളല്ല മീരയെ കൊന്നേന്നൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഗൗരി പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്ത് ചെയ്യും, അതൊക്കെ അയാൾ വെറുതെ പറയണമായിരിക്കും, അന്ന് തെളിവുകളും സാക്ഷിമൊഴിയും എല്ലാം അയാൾക്ക് എതിരായിട്ടല്ലേ അയാൾ ജയിലിൽ പോയേ, പിന്നെ അയാളിപ്പോൾ മാറ്റി പറയണത് എന്തിനാന്ന് ചോദിക്കുമ്പം ഇല്ല ഗൗരി, അയാൾ പറയണത് അരുന്ധതിയെ കൊന്നേന്നാണ്. ആ സമയത്ത് നമ്മളുടെ പ്രകാശ് മേനോൻ അങ്ങോട്ട് വന്നിട്ട് ആൻറ്റിക്ക് എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കണം. ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട്, പിന്നെ നിന്നെ എനിക്ക് മനസ്സിലാവാതെ ഇരിക്കും, നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചത്, എനിക്ക് ആൻറ്റിയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് വന്നത്, പിന്നെ മുരളീനെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ നീ എന്തിനാടാ മുരളീനെ കാണണേ, അല്ലെങ്കിൽ തന്നെ നിൻ്റെ പേര് കേൾക്കുമ്പോഴേ മുരളിക്ക് ദേഷ്യം വരുമെന്ന് പറഞ്ഞതും പ്രകാശ് മേനോൻ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല ആൻറ്റി, അതൊക്കെ മുരളിയുടെ തെറ്റിദ്ധാരണ കൊണ്ടല്ലേ, എന്തായാലും എനിക്ക് ആൻറ്റിയോടും മുരളിയോടും കുറച്ച് സത്യങ്ങൾ പറയാനുണ്ടെന്ന്. ആ സമയത്ത് ഭാർഗവി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് സത്യമാണ് ഞങ്ങളോട് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പം ആൻറ്റി ശരിക്കും മീരയെ കൊന്നത് ഞാനല്ല, അതാ അരുന്ധതി മേഡാണ്. അത് കേട്ടതും ഗൗരി ചോദിക്കുന്നുണ്ട്, അരുന്ധതി മേഡം എന്തിനാ മീരയെ കൊല്ലണേ, അതിന് അവർ തമ്മിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ
ഈ പ്രകാശ് മേനോൻ പറയുന്നുണ്ട് മീരയോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല ആൻറ്റീനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഗുണ്ടകളെ അയച്ചത്. പക്ഷേ ഗുണ്ടയ്ക്ക് ആൾ മാറിപ്പോയി മീരയെ കൊന്നതാണ്. അത് കേട്ടതും ഈ ഗൗരിയും ഭാർഗവി ആണെങ്കിൽ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ മുരളി അങ്ങോട്ട് വരുന്നുണ്ട്. മുരളി വന്നതും ഈ പ്രകാശ് മേനോനെ കാണുമ്പോൾ ഇവരെന്താ ഇവിടെ കാര്യം, ഇനി ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വന്നതായിരിക്കോ, ചന്ദ്രോത്ത് പോയി എന്തൊക്കെയോ കഥകൾ മെനഞ്ഞെന്ന് കേട്ടു, ഇനി അതിൻ്റെ ബാക്കി കഥകൾ മെനയാൻ വന്നതായിരിക്കും. അതാണെങ്കിൽ കേട്ട ഉടനെ അമ്മ വിശ്വസിക്കുകയും ചെയ്യുന്നൊക്കെ ഓർത്തിങ്ങനെ വരുന്നതും മുരളീനെ കണ്ടിട്ട് പ്രകാശ് മേനോൻ വേഗം മുരളിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് മുരളി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇവിടെ വന്നേക്കണേ, നിനക്കെന്താ ഇവിടെ കാര്യം എന്ന് ചോദിക്കുമ്പം അത് മുരളി, നീ എന്നെ തെറ്റിദ്ധരിച്ചേക്കുക, ശരിക്കും മീരയെ കൊന്നത് ഞാനൊന്നുമല്ല, ആ അരുന്ധതിയാ, അത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പം അതൊക്കെ എനിക്കറിയാം, കൂടുതൽ വിശദമായിട്ടൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല, സത്യങ്ങളെല്ലാം അധികം വൈകാതെ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമെന്ന്. ആ സമയത്ത് മുരളി പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങളിത് വിശ്വസിക്കണമൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ നീ ജയിലിൽ പോയ എന്തിനാന്ന് ചോദിക്കുമ്പം തെളിവുകളും സാക്ഷിമൊഴിയും എനിക്കെതിരായിരുന്നല്ലോ മുരളി, അതുകൊണ്ടാണ് ഞാൻ ജയിലിൽ പോയത്. പിന്നെ എനിക്ക് മുരളിയോടൊരു കാര്യം ചോദിക്കാനുണ്ട്, നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് ചോദിച്ചതും മുരളി പറയുന്നുണ്ട്, അതൊക്കെ അറിഞ്ഞിട്ട് നിനക്ക് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം അതല്ല മുരളി, നന്ദനെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു, എന്തായാലും അവൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം, അതാണ് ഞാൻ മുരളിയോട് ചോദിച്ചത്, നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ മുരളി പറയുന്നുണ്ട്, നിലവിലൊരു വിവരമില്ല, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പ്രകാശ് മേനോൻ മുരളീനെ പേടിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട്, നന്ദനെ കാണാനില്ലല്ലോ, എന്തായാലും ദേവികയുടെ മേലെ മുരളിക്കും എല്ലാവർക്കും ഒരു ശ്രദ്ധ വേണം, ഇനിയിപ്പോൾ നന്ദനെ കടത്തിക്കൊണ്ട് പോയവരുടെ അടുത്ത ലക്ഷ്യം ദേവികയാണോ എന്ന് അറിയില്ലല്ലോ എന്ന്. അത് കേട്ടതും മുരളി ചോദിക്കുന്നുണ്ട്, അവരെന്തിനാണ് ദേവികയെ കടത്തിക്കൊണ്ട് പോകണേ, അതിന് ദേവിക എന്ത് തെറ്റ് ചെയ്തിട്ടാന്ന് ചോദിക്കുമ്പോൾ അതിന് നന്ദൻ തെറ്റ് ചെയ്തിട്ടാണോ നന്ദനെ കടത്തിക്കൊണ്ട് പോയത്, എന്തായാലും ദേവികയുടെ കാര്യത്തിൽ മുരളി നല്ലോണം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അവരുടെ അടുത്ത ഏറെ ദേവികയായിരിക്കും. അത് കേട്ടതും മുരളിക്കാണെങ്കിൽ നല്ല പേടിയാവുന്നുണ്ട്. അങ്ങനെ പ്രകാശ് മേനോനാണെങ്കിൽ ഞാൻ ഇത് പറയാനായിട്ടാണ് വന്നത്, എന്തായാലും ഞാൻ പോവാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോയി കഴിഞ്ഞതും ഈ മുരളിയുടെ അടുത്തേക്ക് ഭാർഗവി വരുന്നുണ്ട്. ഭാർഗവി വന്നിട്ട് എന്താടാ അവൻ പറഞ്ഞതെന്ന് ചോദിച്ചതും അവൻ പറഞ്ഞത് നന്ദനെ തട്ടിക്കൊണ്ട് പോയവർ ഇനി ദേവികയും തട്ടിക്കൊണ്ട് പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ദേവികയുടെ മേലുള്ളൊരു ശ്രദ്ധ വേണമെന്നാണ് അവൻ പറഞ്ഞത്. അന്നേരം ഭാർഗവി ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് അവനറിഞ്ഞ് നന്ദനെ തട്ടിക്കൊണ്ടുപോയത് ആരാന്ന് അവനക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഒന്നും മനസ്സിലാവണില്ല അമ്മേ, എന്തൊക്കെയോ നാടകങ്ങൾ ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ പിന്നെ ഈ പ്രകാശ് മേനോൻ ഇപ്പോൾ ഇവിടെ വന്ന് ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഭാർഗവി പറയുന്നുണ്ട്, എന്തായാലും ദേവികമോളുടെ കാര്യത്തിൽ നിനക്കൊരു ശ്രദ്ധ വേണം മുരളി, ഇനിയിപ്പോൾ അവൻ പറഞ്ഞതുപോലെ നന്ദനെ കടത്തിക്കൊണ്ട് പോയവർ ദേവികയും കടത്തിക്കൊണ്ട് പോയാലോ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥനെയാണ്. സിദ്ധാർത്ഥനാണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷനായിട്ടിരിക്കുന്ന സമയത്ത് ഒരു വണ്ടിയുടെ ഒച്ച കേൾക്കുന്നുണ്ട്. ആരാന്ന് നോക്കാൻ വേണ്ടി സിദ്ധാർത്ഥനെ എഴുന്നേറ്റ് വരുമ്പം കാണുന്നത് ഹരിസാറിനെയാണ്. ഹരിസാറിനെ കണ്ടതും ആ ഹരിയേട്ടനായിരുന്നോ, അല്ലെങ്കിൽ ഞാൻ ഹരിയേട്ടനെ കാണാൻ വരാൻ തുടങ്ങായിരുന്നു, ഇനി നമ്മൾ എന്ത് ചെയ്യും ഹരിയേട്ടാന്ന് ചോദിച്ചതും ഞാൻ അന്നേ പറഞ്ഞില്ലേ ഈ നന്ദൻ പറഞ്ഞതും പ്രഭാവതി പറഞ്ഞതൊന്നും സത്യമല്ല എന്ന്. അപ്പോൾ നിങ്ങളാരും വിശ്വസിച്ചില്ല. അതുപോലെ തന്നെ പ്രഭയോട് ഞാൻ പല പ്രാവശ്യം ചോദിച്ചു നന്ദൻ പറഞ്ഞത് കൂടാതെ വേറെ എന്തെങ്കിലും സത്യം ഉണ്ടോയെന്ന്. അന്ന് പ്രഭ അതിനെ എതിർക്കുക ചെയ്ത്. അന്നേ എനിക്ക് ആ കഥയിൽ സംശയം ഉണ്ടായിരുന്നു, കാരണം ഋഷീനെ നന്ദനെയും കൊണ്ട് തന്നെ എന്തായാലും കുഴിച്ചിടാനൊന്നും പറ്റില്ല, അതിനാരെങ്കിലും സഹായിച്ചോ എന്ന് ചോദിച്ചപ്പോൾ നന്ദനും പ്രഭയും പറഞ്ഞത് നന്ദൻ ഒറ്റയ്ക്കാണ് ചെയ്തതെന്ന്. അതുമാത്രമല്ല അന്ന് ഞാൻ അരുന്ധതിയുടെ വീട്ടിൽ ചെന്നപ്പം അരുന്ധതിയുടെ മുഖത്ത് വിഷമവും സങ്കടമൊന്നും അല്ല കണ്ടത്, പേടി മാത്രമാണ് കണ്ടത്. പിന്നെ ഋഷിയെ നന്ദൻ കൊന്നു എന്ന് കേട്ടിട്ടും അവരങ്ങനെ ആർത്തലച്ച് കരയോ ബഹളം വയ്ക്കുകയോ ഒന്നും ചെയ്തില്ല, അപ്പോഴും അവരുടെ മുഖത്ത് ഞാൻ പേടി മാത്രമേ കണ്ടുള്ളൂ, അത് ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്തു എന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഇപ്പോഴല്ലേ ഹരിയേട്ട കാര്യങ്ങളൊക്കെ വ്യക്തമായത്, എന്തായാലും ശാരീരിക കാരണം നമ്മൾക്കിപ്പോൾ സത്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്, അവളത് അറിയാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന്. അന്നേരം ഹരിയേട്ടൻ പറയുന്നുണ്ട്, എന്തായാലും പ്രഭ ഇപ്പോഴും ദേവികയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ, ദേവിക ആയതുകൊണ്ടാണ് ആ കുറ്റപ്പെടുത്തലൊക്കെ കേട്ടുകൊണ്ട് ഇവിടെ നിൽക്കണേ. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അത് ഹരിയേട്ടൻ പറഞ്ഞത് നേരെ, പ്രഭ എപ്പോഴും ദേവികയെ കുത്തി നോവിക്കാറേ ഉള്ളൂ എന്ന്. ഇനി എന്ത് ചെയ്യും ഹരിയേട്ടാന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്ന് ഇതുവരെയും ഒരു പിടിയും കിട്ടിയിട്ടില്ല സിദ്ധു, എന്തായാലും ഋഷി മരിച്ചിട്ടില്ല എന്നുള്ളതൊരു സമാധാനം തന്നെയാണ്, പക്ഷേ ഇപ്പോൾ ഋഷി എവിടെയാണെന്ന് ആർക്കും അറിയില്ലല്ലോ, ഋഷി ആരാ തട്ടിക്കൊണ്ടു പോയെന്നും അറിയില്ല, അതുപോലെ നന്ദനെക്കുറിച്ച് നമുക്കൊരു വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല, നന്ദനെ കണ്ടു കിട്ടിയാലല്ലേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, നമ്മൾ ഇത്രയും നാളും വിചാരിച്ചിരുന്നത് നന്ദനെ കാണാത്തതിന് പിന്നിൽ അരുന്ധതിയും ഇസബെല്ലയും കെവിനൊക്കെ ആയിരിക്കുന്ന, പക്ഷേ ഇവരാരുമല്ല, വേറെ ആരോ ആണ് ഇതിൻ്റെ പിന്നിൽ, അതുമാത്രമല്ല നന്ദനെ ഋഷിയും ഒരാൾ തന്നെയായിരിക്കും കടത്തിക്കൊണ്ട് പോയേക്കണേന്ന്. അന്നേരം ഈ ഹരിയങ്ങൾ പറയുന്നുണ്ട്, അത് സിദ്ധു പറഞ്ഞത് നേരെ, ഇനിയിപ്പോൾ നമ്മളറിയാത്ത ഏതെങ്കിലും ഒരു ശത്രു അരുന്ധതിക്കോ പ്രഭാവതിക്കോ ഉണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, പ്രഭയ്ക്ക് ആകെയുള്ളൊരു ശത്രു എന്ന് പറയുന്നത് അരുന്ധതിയും അരുന്ധതിയുടെ മോനുമായിരുന്നു, വേറെ ശത്രുക്കളോ ഉള്ളതായിട്ടൊന്നും എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ഹരിയങ്ങൾ പറയുന്നുണ്ട്, എന്നാൽ സംശയിക്കേണ്ട, ഇത് അരുന്ധതിയുടെ ശത്രു തന്നെയായിരിക്കും എന്ന്.
പിന്നീട് കാണിക്കുന്നത് കെവിനാണെങ്കിൽ കാർ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കെവിൻ ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് ഈ ശാരികയായിട്ടുള്ള വിവാഹത്തിന് വീട്ടുകാർ സമ്മതിച്ചു എന്നുള്ള ഒരു സന്തോഷത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മളുടെ അരുന്ധതി കെവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ഫോൺ എടുത്ത് നോക്കിയതും അരുന്ധതി ആൻറ്റി ആണല്ലോ. ഇനി എന്ത് പറയും ആൻറ്റിയോട്? ഞാൻ ശാരികയെ വിവാഹം കഴിക്കാൻ പോകുമെന്ന് ആൻറ്റിയോട് പറയാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ഒരു നുണ കണ്ടുപിടിച്ച് പറയണമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അരുന്ധതി ചോദിക്കുന്നുണ്ട്, കെവിനെ ഇത് ഞാൻ അരുന്ധതിയാന്ന് പറയുമ്പോൾ ആ പറ ആൻറ്റി എന്ന് പറഞ്ഞതും നിന്നെ എന്തിനാ ദേവിക വിളിച്ചതെന്ന് ചോദിക്കണം. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട് നന്ദനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന്. അന്നേരം അരുന്ധതി പറയുന്നുണ്ട് നന്ദനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിന്നോട് ചോദിക്കണേ എന്തിനാ? അല്ല നന്ദനെ കാണാതായതിന് പിന്നിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കാൻ വിളിച്ചതാ. എന്നിട്ട് നീ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊരു പങ്കുമില്ല, ഞങ്ങളും നന്ദനെ തേടി നടക്കുവാന്നാ ദേവികയോട് പറഞ്ഞ്. എന്നിട്ട് അവരത് വിശ്വസിച്ചോ എന്ന് ചോദിക്കുമ്പം അതൊന്നും അറിയില്ല ആൻറ്റി, എന്തായാലും തൽക്കാലം ഞാൻ അവരുടെ അടുത്തുനിന്ന് ഓരോന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിനെയാണ്. പ്രഭാവതിയാണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷനോടുകൂടി ഇരിക്കുകയാണ്. ഇതുവരെ നന്ദനെക്കുറിച്ച് ഒരു വിവരമില്ല, എൻ്റെ മോൻ ജീവിച്ചിരിക്കണ്ടോ എന്ന് പോലും അറിയില്ലല്ലോ എന്നൊക്കെ ഓർത്തിരിക്കുന്ന സമയത്ത് പ്രഭാവതിയുടെ ഫോണിലേക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. വാട്സപ്പ് മെസ്സേജാണ്. അതെടുത്ത് നോക്കിയതും പ്രഭാവതി കാണുന്നത് നന്ദൻ കേക്ക് മുറിക്കണതും ബർത്ത്ഡേ ആഘോഷിക്കുന്നതുമാണ്. അത് കണ്ടതും പ്രഭാവതിക്കാണെങ്കിൽ സന്തോഷമാവുന്നുണ്ട്, അതുപോലെ തന്നെ സങ്കടമാവുന്നുണ്ട്. എന്നാലും നന്ദ നീ എവിടെയാ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇപ്പോഴേ എനിക്ക് ആശ്വാസമായ മോനെ നീ എവിടെയാടാന്നൊക്കെ ചോദിച്ചിങ്ങനെ സങ്കടപ്പെട്ടിട്ട് വേഗം തന്നെ ആ വീഡിയോ സിദ്ധാർത്ഥനെ കാണിക്കാനായിട്ട് പോകുന്നുണ്ട്. സിദ്ധാർത്ഥൻ്റെ അടുത്ത് എന്നതും പ്രഭ ഫോണെടുത്ത് ആ വീഡിയോ സിദ്ധാർത്ഥനെ കാണിച്ചു കൊടുക്കുമ്പം സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് പ്രഭയ്ക്ക് ആരാ ഇത് ഇട്ട് തന്നേന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല സിദ്ധു, അറിയാത്തൊരു നമ്പറിൽ നിന്നാണ് ഈ വീഡിയോ വന്നേക്കണേന്ന്. അങ്ങനെ സിദ്ധാർത്ഥൻ ആ വീഡിയോ മൊത്തം കണ്ടിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പം പ്രഭാവതി ചോദിക്കുന്നുണ്ട് സിദ്ധു എന്താ ആലോചിച്ചിരിക്കണേ? എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടെത്താനുള്ള ഏർപ്പാട് ചെയ്യുക, നന്ദനെ എവിടെയോ ജീവിച്ചിരിക്കുന്നുണ്ട്, ആരുടെയോ തടവിലാണെന്നാണ് തോന്നണേന്ന്. ആ സമയം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഹരിയേട്ടനെയും ദേവികയും വിളിച്ചിട്ട് കാര്യങ്ങൾ പറയട്ടെ, അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരുമായിട്ട് കൂടി ആലോചിച്ചുകൊണ്ട് ഇന്ന് എൻ്റെ മോൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് എന്തൊക്കെയാണ് പ്രഭ താനീ പറയണേ? നിലവിൽ നന്ദന ആപത്തൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, ഞാൻ ഹരിയേട്ടനെ വിളിച്ച് കാര്യങ്ങൾ പറയാമെന്നും പറഞ്ഞ് സിദ്ധാർത്ഥനാണെങ്കിൽ ഫോണെടുത്ത് ഹരിയേട്ടനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഹരിയേട്ടൻ ഇതെല്ലാം കേട്ടിട്ട് ആകെ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ നന്ദന് ഹരിയേട്ടനും സിദ്ധാർത്ഥനും എല്ലാവരും ചേർന്ന് കണ്ടെത്തുന്ന എപ്പിസോഡ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. പ്രകാശ് മേനോനാണ് ഈ നന്ദനെ പിടിച്ച് തടവിലാക്കിയേക്കണേന്നുള്ള രഹസ്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ വീണ്ടും പ്രകാശ് മേനോൻ ജയിലിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്ന എപ്പിസോഡാണ് ഇനി തുടർന്ന് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.